പണം വസ്ത്രങ്ങൾ വാങ്ങാനും വാടക നൽകാനും ഭക്ഷണം മേശപ്പുറത്ത് വെക്കാനും നിങ്ങൾ ഉപയോഗിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതോ ആഗ്രഹിക്കുന്നതോ ആയ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ പണം സമ്പാദിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്നു. എന്നാൽ ആരാണ് പേപ്പർ മണി കണ്ടുപിടിച്ചത്? പണത്തിന്റെ ചരിത്രം എന്താണ്? ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. കറൻസിയുടെ വേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപ്രായത്തിൽ തന്നെ മിക്ക കുട്ടികൾക്കും പണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ നന്നായി അറിയാം. മാതാപിതാക്കൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പണം ഉപയോഗിക്കുന്നത് അവർ കാണുകയും വീട്ടുജോലികൾ ചെയ്ത് സമ്പാദിക്കുന്ന പണത്തെക്കുറിച്ച് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പണം എന്നേക്കുമായി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഏതാനും 100 വർഷങ്ങളിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പണം, $, ബ്രിട്ടീഷ് പൗണ്ട്, മറ്റ് കറൻസികളെല്ലാം നിലവിൽ വന്നത്. ആദിമ മനുഷ്യർ വ്യാപാരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. പണം കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ ആവശ്യമായ സാധനങ്ങൾ ലഭിക്കാൻ അവർ ബാർട്ടർ സംവിധാനങ്ങളെ ആശ്രയിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരു കർഷകൻ നൂലിനോ തുണിക്കോ പകരം ഒരു ബുഷൽ ഗോതമ്പ് വിറ്റേക്കാം. അല്ലെങ്കിൽ ഒരു വ്യാപാരി ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ പാത്രം പോലുള്ള ഭക്ഷണ ഉപകരണങ്ങൾക്ക് പകരമായി മെഴുകുതിരി വിറ്റേക്കാം. ബാർട്ടർ സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരു സ്റ്റാൻഡേർഡ് വിലഘടനയെ ആശ്രയിച്ചല്ല, മറിച്ച് മനസ്സിലാക്കിയ മൂല്യത്തെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. വാങ്ങുന്നയാൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യത്തിന് വലിയ മൂല്യം നൽകിയില്ലെങ്കിൽ ഒരു വ്യാപാരത്തിന് സമ്മതിക്കുന്നതിന് മുൻപ് അവർ അതിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെട്ടേക്കാം. എന്നിരുന്നാലും സാധനങ്ങൾക്ക് ഉയർന്ന മൂല്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വാങ്ങുന്നയാളെ കണ്ടെത്താൻ വിൽപ്പനക്കാരന് കഴിയുമെങ്കിൽ അവർക്ക് കൂടുതൽ അനുകൂലമായൊരു കൈമാറ്റ ചർച്ച ചെയ്യാൻ കഴിയും. നിങ്ങൾ സങ്കല്പിച്ചേക്കാവുന്നതുപോലെ ബാർട്ടറിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിൽപ്പനക്കാരന് അവരുടെ സാധനങ്ങൾക്ക് ഒരു വാങ്ങുന്നയാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ വസ്ത്രമോ ഭക്ഷണമോ പോലുള്ളവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. അതുപോലെ അവരുടെ സാധനങ്ങളുടെ മനസ്സിലാക്കിയ മൂല്യം കുറഞ്ഞാൽ അവരുടെ വാങ്ങൽ ശേഷിയും കുറയും. കാലക്രമേണ ആ പ്രശ്നങ്ങൾ ചരക്ക് പണത്തിന്റെ വികാസത്തിന് കാരണമായി. സമൂഹത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപ്പ്, കന്നുകാലികൾ, വിത്തുകൾ അല്ലെങ്കിൽ ചായ തുടങ്ങിയ വസ്തുക്കളായി കണക്കാക്കപ്പെട്ടിരുന്നു. ആളുകൾ തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ വ്യാപാരികളുമായി കൈമാറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. എന്നിരുന്നാലും ചരക്ക് പണത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല സാധനങ്ങളും നശിക്കുന്നതിനാൽ അവ അധികകാലം കൈവശം വയ്ക്കാൻ കഴിഞ്ഞില്ല. ഒരു വ്യാപാരിയിൽ നിന്ന് അടുത്ത വ്യാപാരിയിലേക്ക് ഭാരമേറിയ വസ്തുക്കൾ കൊണ്ടുപോകുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു, പ്രത്യേകിച്ച് വാഹനങ്ങളെല്ലാം നിലവിലുണ്ടാകുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ. സാധനങ്ങൾ വ്യാപാരം ചെയ്യുന്നതിനായി ലോകവസ്തുക്കളുടെ ആദ്യത്തെ ഉപയോഗം BC 5000 മുതലുള്ളതാണ്. എന്നിരുന്നാലും ആദ്യത്തെ അച്ചടിച്ച നാണയങ്ങൾ നിലവിൽ വന്നത് BC 700-ലാണ്. ലിഡിയക്കാരാണ് ആദ്യമായി നാണയങ്ങൾ നിർമ്മിച്ചതെന്ന് ചരിത്രകാരന്മാർ പൊതുവെ സമ്മതിക്കുന്നു. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാണയ ഉൽപാദന പുതിനയുടെ തെളിവുകൾ ചൈനീസ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. BC 600-ൽ ലിഡിയ വ്യാപാരത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്ന നാണയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. വെള്ളിയും സ്വർണവും അടങ്ങിയ പ്രകൃതിദത്തമായൊരു വസ്തുവായ ഇലക്ട്രത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ഓരോ നാണയത്തിലും അതിൻ്റെ മൂല്യം വഹിക്കുന്നൊരു ചിത്രം പതിഞ്ഞിരുന്നു. നാണയ കറൻസി സമ്പ്രദായം 100 കണക്കിന് വർഷങ്ങളായി പ്രബലമായി തുടർന്നു. മറ്റ് സാമ്രാജ്യങ്ങൾ നിയമപരമായ ടെൻഡർ നാണയങ്ങളുടെ സ്വന്തം പതിപ്പ് സ്വീകരിച്ചു. ചിലത് 16-ാം നൂറ്റാണ്ട് വരെയോ അതിനുശേഷമോ അവയെ ആശ്രയിച്ചു. 12-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ നാണയങ്ങളിൽ നിന്ന് കടലാസ് കറൻസികളിലേക്ക് മാറി. നാണയങ്ങളെപ്പോലെ ചൈനീസ് കടലാസ് കറൻസികളും വിവിധ മൂല്യങ്ങളിൽ വന്നു. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ഗവൺമെന്റുകൾ അന്താരാഷ്ട്ര വ്യാപാരത്തിനായി പതുക്കെ കടലാസ് മണി സ്വീകരിച്ചു. പക്ഷേ അതിൻ്റെ ആദ്യ വിതരണം വടക്കേ അമേരിക്കൻ കോളനികളിലാണ് നടന്നത്. ലഭ്യമായ നാണയങ്ങളുടെ അഭാവം മൂലം കോളനികൾ കടലാസ് മണി ഉപയോഗിക്കാൻ തുടങ്ങി. യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള കയറ്റുമതി വളരെ മന്ദഗതിയിലായിരുന്നു. കൂടാതെ കോളനികളിൽ അവരുടെ സാധനങ്ങൾക്ക് പണം നൽകാൻ നാണയങ്ങൾ തീർന്നു. ഈ പ്രശ്നത്തെ നേരിടാൻ അവർ കടലാസ് മണി പ്രോമിസറി നോട്ടുകളായി പുറത്തിറക്കി. പിന്നീട് നാണയങ്ങൾക്കായി വ്യാപാരം ചെയ്യാൻ കഴിയും. നാണയ നിർമ്മാണത്തിൽ നിന്ന് കടലാസ് പണത്തിലേക്കും ബാങ്ക് നോട്ടുകളിലേക്കും മാറിയ സമയത്താണ് ബാങ്കിംഗ് സംവിധാനങ്ങളുടെ അടിത്തറ ആരംഭിച്ചത്. തങ്ങളുടെ വിലയേറിയ നാണയങ്ങൾ വീടിന് പുറത്ത് സൂക്ഷിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം ആവശ്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കി. തങ്ങളുടെ പണം സൂക്ഷിക്കാൻ അവർ ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയ മതസ്ഥാപനങ്ങളിലേക്ക് തിരിഞ്ഞു. പുരോഹിതന്മാർ തങ്ങളുടെ ഇടവകക്കാരുടെ സമ്പത്ത് പള്ളികളുടെ നിലവറകളിൽ സൂക്ഷിച്ചിരുന്നു. അവ സായുധരായ കാവൽക്കാരുടെയും തൊഴിലാളികളുടെയും സംരക്ഷണത്തിലായിരുന്നു. ആവശ്യമുള്ളപ്പോൾ പണത്തിൻ്റെ ഉടമയ്ക്ക് ക്ഷേത്രം സന്ദർശിച്ച് അവരുടെ ഫണ്ട് നേടാമായിരുന്നു. ചില പള്ളികൾ പണം ആവശ്യമുള്ള ആളുകൾക്ക് വായ്പയും സംവിധാനം ചെയ്തു.
പള്ളികൾക്ക് പുറത്തുള്ള സ്ഥാപന ബാങ്കുകൾ ആദ്യം വികസിച്ചത് റോമൻ സാമ്രാജ്യത്തിലാണ്. സമർപ്പിത കെട്ടിടങ്ങളിലുള്ള ഔപചാരിക ബാങ്കുകൾ വ്യാപകമായി. ആളുകൾ പള്ളികളിൽ നിന്ന് ബാങ്കുകളിലേക്ക് പണം മാറ്റി. പല ബാങ്കുകളും പള്ളികളുമായി ബന്ധപ്പെട്ടിരുന്നു. പപ്പാൽ ബാങ്കർമാരുടെയോ മറ്റ് മതവ്യക്തികളുടെയോ മേൽനോട്ടത്തിലായിരുന്നു ഇത്. എന്നിരുന്നാലും ചില വ്യാപാരി ബാങ്കർമാർ വലിയ തോതിൽ അവരുടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു. 1800കളോടെ ഇന്ന് നമുക്കറിയാവുന്ന ബാങ്കിംഗ് സംവിധാനം പിടിമുറുക്കാൻ തുടങ്ങി. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ആഡം സ്മിത്ത് ബാങ്കിങ്ങിൽ കുറഞ്ഞ സർക്കാർ പങ്കാളിത്തത്തോടെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കായി വാദിച്ച തന്റെ അദൃശ്യ കൈ സിദ്ധാന്തം അവതരിപ്പിച്ചു. ആദ്യത്തെ US ട്രഷറി സെക്രട്ടറി അലക്സാണ്ടർ ഹാമിൽട്ടൺ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലുള്ള കറൻസി അച്ചടിക്കുന്ന ഒരു ദേശീയ ബാങ്ക് സ്ഥാപിച്ചു. സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഒരു പ്രശസ്ത ബാങ്കിംഗ് സംവിധാനത്തിന് അടിത്തറയിടാനും ദേശീയ ബാങ്ക് സഹായിച്ചു. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളെല്ലാം പണത്തിന്റെ സൃഷ്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ലിഡിയാക്കാർ നാണയ നിർമ്മാണം ആരംഭിക്കുന്നതിനും ചൈനക്കാർ കടലാസ് പണം വികസിപ്പിക്കുന്നതിനും മുൻപ് നൂറ്റാണ്ടുകളായി ബാർട്ടറിംഗ് ആയിരുന്നു പ്രധാന സമ്പ്രദായം. റോമൻ സാമ്രാജ്യം ബാങ്കുകൾ അവതരിപ്പിച്ചു. വടക്കേ അമേരിക്കയിലെ യൂറോപ്യന്മാരും കൊളോണിയലിസ്റ്റുകളും ആധുനിക സമ്പദ് വ്യവസ്ഥകൾ ഉപയോഗിക്കുന്ന ബാങ്കിംഗ്, പണവിതരണ സംവിധാനം എന്നിവ ഉറപ്പിച്ചു. കഴിഞ്ഞ 150 വർഷത്തിനിടയിൽ പണം പരിണമിച്ചുകൊണ്ടിരുന്നു. 1800കളുടെ അവസാനം മുതൽ 1971 വരെ US പ്രാഥമികമായൊരു സ്വർണ്ണ മാനദണ്ഡം പിന്തുടർന്നു. അത് പേപ്പർ കറൻസിയെ സ്വർണത്തിലെ ഒരു പ്രത്യേക മൂല്യവുമായി ബന്ധിപ്പിച്ചു. എന്നിരുന്നാലും ബാങ്കിംഗ് പ്രതിസന്ധികൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക അസ്ഥിരത കുറയ്ക്കുന്നതിനുമായി US സ്വർണ്ണ മാനദണ്ഡം ഉപേക്ഷിച്ചു. ബിറ്റ് കോയിൻ, ഏതേറിയം പോലെയുള്ള ഡിജിറ്റൽ കറൻസികൾ സമീപ വർഷങ്ങളിൽ പണരംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. വെർച്വൽ കറൻസികൾ ഇലക്ട്രോണിക് രീതിയിൽ മാത്രമേ ലഭ്യമാകൂ. അവ ലഭിക്കുന്നതിന് വ്യക്തികൾ അവ ഖനനം ചെയ്യുകയോ വ്യാപാരം ചെയ്യുകയോ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് വാങ്ങുകയോ ചെയ്യണം. ഡിജിറ്റൽ കറൻസികളുടെ മൂല്യം ഗണ്യമായി ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഹോൾഡിങ്ങുകളിൽ നിന്ന് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അവ ആകർഷകമാക്കുന്നു. അപ്പോൾ ഇതാണ് പണത്തിൻ്റെ ചരിത്രം.